ഹായ് ഓൾ അസ്സാം വലൈക്കും. എൻ്റെ ഒരു പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ ഇന്ന് വന്നത് ചെറിയൊരു വ്ളോഗായിട്ടാണ്. ഒരു എറണാകുളം യാത്രേൻ്റെ വിശേഷങ്ങളുമാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഫൈസൽ ഖാൻ്റെ ഒരു ചെറിയൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അവിടെ ഒരു ലിപ്പ് ഷൂട്ടാണ്. നമ്മളെ നിത്യ മാമിൻ്റെ ഷൂട്ടും നമ്മൾ സെമീർ മടത്ത മ്യൂസിക് ചെയ്ത് ഫൈസൽ ഖാൻ ലിറിക്സ് എഴുതിയതിൻ്റെ ഒരു ഷൂട്ടായിരുന്നു. അപ്പോൾ തലേനാളായിരുന്നു കേട്ടോ സെമീർ വിളിച്ചിട്ട് ചോദിച്ചത് ഫൈസൽ ഖാനോട് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന്, അതിന് ഡയറക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഫൈസൽക്ക് പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന്. അപ്പോൾ എന്നോട് ചോദിച്ചു നീ വരുമോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ഏതായാലും എറണാകുളം യാത്ര ഒരു കണ്ടൻറ്റാണ്, പിന്നെ എനിക്ക് എന്താ പറയുക യാത്ര ചെയ്യുന്ന ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഫൈസൽ ഖാനായിട്ട് ചാടി കയറി പുറപ്പെട്ട് അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് യാത്രയിൽ പിന്നെ കുറച്ചുകൂടി ദൂരം പിന്നിട്ടപ്പോൾ എനിക്ക് നല്ല വിശപ്പായിരുന്നു. അപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ 7 മണിക്ക് പുറപ്പെടും. അങ്ങനെ ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ നിർത്തി. അവിടെ നിന്ന് ഫൈസൽക്ക് പൊറോട്ട ഓർഡർ ചെയ്തു, ഞാൻ ദോശ ഓർഡർ ചെയ്തു. അങ്ങനെ ഫൈസൽക്ക് പൊറോട്ടയ്ക്ക് ഒരു കപ്പ സ്റ്റൂ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഭക്ഷണം അത്ര അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മളെ ക്യാമറാമാന് ഷംസീറൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ കൂട്ടത്തിൽ. അപ്പോൾ ഞാൻ എന്താ പറയുക അവിടെ പോയിട്ട് ഫൈസൽക്ക പറഞ്ഞു എന്നോട് പൈസ പോയി ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയി. അങ്ങനെ ഫൈസൽക്ക ചെറിയൊരു വീട്. അപ്പോൾ അവിടുന്ന് കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ കുറേ സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പൊട്ടുവെള്ളരി. ഇതെന്താ പൊട്ടുവെള്ളരി എന്നുള്ളത് ഞാൻ കുറേ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ എന്താ സാധനം എന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു പൊട്ടുവെള്ളരിൻ്റെ കടൻ്റെ മുന്നിൽ നിർത്തി. അവിടുന്ന് അയാളോട് പൊട്ടുവെള്ളരി ജ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഷംസീർ ഭയങ്കര ഹെൽത്തിയാണ്, കുടിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കുടിച്ചപ്പോൾ എനിക്കതിൻ്റെ ടേസ്റ്റ് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഫൈസൽക്ക് ഒന്ന് സിപ്പ് ചെയ്തതുള്ളൂ, ഫൈസൽക്കാർക്കും അത്ര അങ്ങോട്ട് പിടിച്ചില്ല എന്നൊന്നും. പക്ഷേ ഷുവയിൽ കുടിച്ചില്ല കേട്ടോ, ഞങ്ങൾ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം നമ്മൾ ഗാലറി വിഷയം ഷർഫുഖ് ഖാൻ്റെ സ്റ്റുഡിയോയിലാണ് കണ്ട പോണത്. അപ്പോൾ ആദ്യം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ സ്റ്റുഡിയോൻ്റെ ഉള്ളിലൊന്നും കയറിയില്ലെങ്കിലും ഞങ്ങൾക്ക് എന്താ പറയുക ഇപ്രാവശ്യം അതിൻ്റെ ഫ്ലോറിൻ്റെ ഉള്ളിലേക്കാണല്ലോ പോണത്. അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് എത്തി. അവിടെ ലൈറ്റപ്പൊക്കെ ചെയ്യാനുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് അത്ര രാവിലെ പോയത് കേട്ടോ. അങ്ങനെ ഞങ്ങളോട് ലൈറ്റപ്പൊക്കെ ചെയ്തിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് 2 മണിയൊക്കെ ആയിരുന്നു. അപ്പോൾ നല്ല വിശപ്പായിരുന്നു എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ യമനി മന്തി ഓർഡർ ചെയ്ത് അവിടുത്തെ നമ്മളവിടെ മൊയിനുഖാനോട് ചോദിച്ചു ഇവിടുത്തെ ഫേവറേറ്റ് ഫുഡ് എന്താണെന്ന് ചോദിച്ചപ്പോൾ യമനി മന്തിയാണെന്ന് പറഞ്ഞു. മസാല ഷവായി ആണ് അവിടുത്തെ ഫേവറേറ്റ്. അങ്ങനെ ഞങ്ങളെല്ലാവരും എന്താ പറയുക മസാല ഷവായി ഒക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ ഫൈസൽക്ക എനിക്ക് മന്തിനോട് എനിക്ക് പറഞ്ഞാൽ ചോറിനായിരുന്നു, പക്ഷെ അവിടെ ചോറൊന്നുമില്ല, മന്തി മാത്രമേ ഉള്ളൂ പറഞ്ഞു. അങ്ങനെ ബിരിയാണി ആണെന്ന് പറഞ്ഞു. ബിരിയാണി കഴിക്കണ്ട, ബിരിയാണി അത്ര വലിയ ഇതല്ല പറഞ്ഞ്. അങ്ങനെ മന്തി ഓർഡർ ചെയ്തപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പ്. ഷുവയിൽ ആദ്യം പറഞ്ഞ് വിശപ്പില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നിട്ടാ, പക്ഷേ മന്തിൻ്റെ ടേസ്റ്റ് കൊണ്ട് എല്ലാവരും നല്ല പിടുത്തം അങ്ങോട്ട് പിടിച്ച്. അങ്ങനെ എന്താ പറയുക അടിപൊളി ഒന്നും പറയാനില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ അതിൻ്റെ മസാലേൻ്റെ കൂട്ട് പ്രത്യേക ടേസ്റ്റ് ഇട്ടാ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളെ നിത്യ മാമൻ വരാൻ കുറച്ച് ലേറ്റ് ആവും. 4 മണിയായിരുന്നു അവരോട് ടൈം പറഞ്ഞത്, പക്ഷേ അവർ കുറച്ച് ലേറ്റ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 മണിയൊക്കെ കഴിഞ്ഞ് 4:30 5 മണിയൊക്കെ ആയിരുന്നു അവരെത്താൻ. അങ്ങനെ ഷൂട്ടിൻ്റെ ഫ്ലോറിലേക്ക് കയറി. അപ്പോൾ അവിടെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. ഫൈസലൊക്കെ പറഞ്ഞു ആ ഒരു ടൈമിൽ വീഡിയോസ് എടുക്കരുത്, അതിന് മുന്നേ ഉള്ളതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടാളാ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ വിഷ്വലിൻ്റെ ഭാഗമൊന്നും എടുക്കരുത് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെയുള്ള ഓഫീസിന് അതിൻ്റെ ഉള്ളിലത്തെ ഷൂട്ടൊക്കെ ഞാൻ എടുത്ത് അതൊക്കെ കഴിഞ്ഞ് അന്ന് ഫൈസൽ ഖാൻ ഒരു വർക്ക് റിലീസും ഉണ്ടായിരുന്നു ജർമ്മൻ ഡയറി കുറിപ്പിൻ്റെ. പിന്നെ അതിൻ്റെ കുറച്ച് തിരക്കിലായിരുന്നു ഫൈസൽ ഖാൻ. പിന്നെ ഷംസീർ അവിടുന്ന് ഡ്രംസൊക്കെ കൊട്ടി കളിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഫൈസൽ ഖാനോട് അവിടെ എന്തൊക്കെ സാധനങ്ങളൊക്കെ കേട്ടോ, പക്ഷേ എന്തിന് പേരൊന്നും എനിക്കറിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ അവിടെ ഒരു സാധനം ഞാനവിടെ കസേരയിലൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം കറങ്ങി കളിച്ച്. പിന്നെ അവിടെ എന്താ പറയുക ഈ ഞെക്കുന്ന സാധനത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഫൈസൽ ഖാൻ അത് കീബോർഡാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മേലെ ഞെക്കി കളിക്കാൻ എനിക്കൊരു പൂതി. അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ ഇങ്ങനെ കളിക്കുമ്പോൾ ഫൈസൽ ഖാൻ പറഞ്ഞു ഇതിൻ്റെ കുട്ടിക്കളി കളിക്കാനുള്ള സാധനമൊന്നുമല്ല അതൊക്കെ ഞങ്ങളൊക്കെ അന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ചീത്ത പറയും. ഇതിൻ്റെ മേലെ കളിക്കില്ല, നീ എന്താ ചെറിയ കുട്ടികളെ പോലെ എനിക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പറഞ്ഞു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നിത്യ മാമനൊക്കെ വന്ന് എന്താ പറയുക അവരെ കുറച്ചൊരു പോർഷൻ എടുത്ത്. പിന്നെ വർക്കിൻ്റെ കൂടുതലായിട്ടൊന്നും എടുക്കുക, പിന്നെ ആ ഫ്ലോർ അതിൻ്റെ ഉള്ളിലുള്ള ഷൂട്ടാണല്ലോ, പിന്നെ പുറത്തൊന്നും പിന്നെ കൂടുതലായിട്ടില്ലല്ലോ. അപ്പോൾ അതിനുള്ളിൽ നിന്നുള്ള കുറച്ച് ഷൂട്ടൊക്കെ ചെയ്ത് അവർ പാടി എന്താ പറയുക സെമീർ മടത്തറയുടെ പാട്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ല. അവിടുന്ന് ഷൂട്ടൊക്കെ കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ടൈം എടുത്തു, ഒരു 8 മണി ആ ഒരു ടൈമൊക്കെ ആയി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഇറങ്ങി എല്ലാവരും ലേറ്റപ്പൊക്കെ കഴിഞ്ഞ് അതൊക്കെ അയച്ചെടുക്കുമ്പോഴത്തേക്ക് ഒരു 9 മണി. അത് കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി താഴേക്കറി നമ്മൾ ഗാലറി വിഷയം ഷർഫൊക്കെ ഉണ്ടായിരുന്നു. മൂപ്പരന്ന് ഉച്ചക്ക് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഫൈസൽ ഖാനെ കണ്ട് കുറച്ച് നേരം സംസാരിച്ച് ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച്. ഫൈസൽ ഖാൻ പുട്ടായിരുന്നു ഓർഡർ ചെയ്തത്. ഞാൻ അന്ന് രാത്രിയും ദോശയാണ് ഓർഡർ ചെയ്തത്, കാരണം എനിക്ക് ദോശ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒരു 11 മണിയൊക്കെ ആയിരുന്നു നമ്മളവിടുന്ന് വരുമ്പം. അത് കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ നല്ല മഴയായിരുന്നു, ഗംഭീര മഴ. എല്ലാവരും നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഫൈസൽ ഖാനോട് ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ എടുക്കാം. പിന്നെ മഴ കണ്ടപ്പോൾ എന്താ പറയുക, ഞാൻ എണീറ്റിട്ട് കുറച്ച് വീഡിയോസ് എടുത്തു. പിന്നെ ഫൈസൽക്കാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡ്രൈവ് ചെയ്തത്. ഫൈസൽക്കാർക്കും തീരെ വയ്യായിരുന്നു, നല്ല ക്ഷീണമായിരുന്നു. നമ്മളിവിടെ എത്തുമ്പോഴത്തേക്ക് 2 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് നിർത്തി, ഉറക്ക ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിർത്തി ഒരു ചായ ഒക്കെ കുടിച്ചു. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ ഓക്കെ, ബൈ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.